ഏതൊരു ഡിവോഴ്സ് കേസും അവർ വാദിക്കുന്ന രീതി പോലെയാണ് മാറുക. ഓരോ ഡിവോഴ്സ് കേസും ഓരോ രീതിയായിരിക്കും എന്നതാണ് സത്യം. ചിലർക്ക് മ്യൂച്വൽ ആയിരിക്കാം. അവർക്ക് ഒരു കൗൺസിലിങ്ങിലൂടെ ചിലപ്പോൾ കൗൺസിലിംഗ് പോലും വേണ്ടാത്ത രീതിയിലേക്ക് അത് മാറാം. എന്നാൽ ചിലർക്ക് ഒരു കൗൺസിലിംഗ് എടുത്ത് അവർക്ക് തീരെ ബുദ്ധിമുട്ടാണ് എന്ന അവസ്ഥ വരുമ്പോൾ കോടതി തന്നെ അവർക്ക് ഡിവോഴ്സ് നൽകും. സംഗീതയുടെയും വിജയുടെയും ഒരു കൗൺസിലിംഗ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കൗൺസിലറുടെ മുമ്പിൽ ഇരുന്നായിരിക്കും സംസാരിക്കുക. ആ ഇരിക്കുന്ന കൗൺസിലർ അവരുടെ പരമാവധി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ ശ്രമിക്കൂ. എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരം കൗൺസിലിംഗ് എല്ലാം നടന്നപ്പോഴും സംഗീതയ്ക്കാണ് ഈ ബന്ധം ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തത് എന്ന് പറയുന്നു. ഒരുപാട് തെറ്റിദ്ധാരണകൾ ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ട് എന്നാണ് പലരും ഈ ഒരു വാർത്തയെപ്പറ്റി അറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. വിജയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വളരെയധികം സമയം കുറവായിരുന്നു. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ദോഷവും എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കാനും ആവശ്യമില്ലാത്ത കഥകൾ അവിടേക്ക് സംഗീത അരികിലേക്ക് എത്തിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയുടെയും സംഗീതയുടെയും വിവാഹ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൗൺസിലിംഗ് പൂർത്തീകരിക്കുമ്പോൾ വിജയുടെ സംഗീതയുടെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പ്രേക്ഷകർക്ക് ഉൾപ്പെടെ അറിയാൻ സാധിക്കില്ല. എന്നാൽ കൃത്യമായ ഒരു നിർവഹണത്തിന് ജഡ്ജിക്കോ അല്ലെങ്കിൽ കൗൺസിലറിനോ സാധിക്കും. കൗൺസിലർ ഈ റിപ്പോർട്ട് എന്തായാലും ജഡ്ജിക്ക് സമർപ്പിക്കും. അതിലൂടെയായിരിക്കും ജഡ്ജി കൂടുതൽ കാര്യങ്ങളും അറിയാൻ പോകുന്നതും. പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതുമൊക്കെ ഇതിലാണ് എന്ന് എടുത്തു പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നത്. വിജയും സംഗീതയും ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ആരാധകരും. അവരുടെ ഇടയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. കൗൺസിലിംഗ് പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ സംഗീതയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത രീതിയാണ് എന്ന് മനസ്സിലാവുന്നു. ഇതോടെ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ആരാധകരും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വളരെയധികം സ്നേഹത്തോടെ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുന്നു എന്ന് മാത്രമല്ല, ഓരോ തവണയും പ്രേക്ഷകർ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. വിജയ സംഗീത വിഷയത്തിൽ എല്ലാവർക്കും വിജയും സംഗീതയും ഒരുമിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അവരെ അത്രമാത്രം സ്നേഹിച്ചാണ് പ്രേക്ഷകർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നാൽ അവരുടെ ബന്ധം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായില്ല എന്ന് വെച്ചാൽ അവർക്ക് ബന്ധം വേർപെടുത്താനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് ഭൂരിഭാഗം പ്രേക്ഷകരും. എന്തു തന്നെയായാലും പ്രേക്ഷകരെല്ലാവരും അത് അനുസരിക്കാനും എന്താണ് വിധി എന്ന് നോക്കി മുന്നോട്ട് പോകാനും തയ്യാറാണ്. വിഷമമുണ്ടായിരിക്കും ഒരുപക്ഷെ ഇവർ പിരിഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ അതാണ് യഥാർത്ഥ വശം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകും എന്ന് അവർ അറിയിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.